ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയാണ് കേട്ടോ ബെസ്റ്റ് കപ്പിളിൻ്റെ അവാർഡൊക്കെ മേടിച്ച് ലക്ഷാധിപതിയായിട്ടുള്ളത്. അങ്ങനെ അവർക്ക് വൻ സ്വീകരണമൊക്കെ ഒരുക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി. ശ്രുതിക്കും ശ്രുതിയുമാണ് വിന്നറെന്ന് കരുതിയിട്ടാണ് അവർക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നതെങ്കിലും ആ സ്വീകരണം നമ്മുടെ സച്ചിക്കും രേവതിക്കും തന്നെ ലഭിക്കുകയാണ് കേട്ടോ, ചന്ദ്രമതി പോലും അറിയാതെ. അങ്ങനെ അതിന് ശേഷമായിട്ട് വരുന്ന എപ്പിസോഡുകളാണ് ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ദേവുവിന് ഡിഗ്രി നല്ല റാങ്കോടുകൂടി പാസ്സായി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ദേവുവിന് ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് വർഷ എത്തുകയാണ് കേട്ടോ. ദേവുവിനെ കാണുമ്പോൾ തന്നെ ഫസ്റ്റിലെ തന്നെ കൺഗ്രാജ് പറയുന്നുണ്ട്, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ദേവു ചോദിക്കുന്നുണ്ട്, എന്താ വർഷ ഇവിടെ? ഞാൻ ദേവുവിനെ കാണാൻ വേണ്ടി വന്നതാണ്, ഫസ്റ്റ് ഇത് പിടിക്കെന്നും പറഞ്ഞിട്ട് നമ്മുടെ ദേവുവിന് ഒരു വാച്ചാണ് കേട്ടോ വർഷ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. എന്തിനാ വർഷേ ഇപ്പോൾ ഇതൊക്കെ മേടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് വർഷയും ദേവും കൂടെ ഭയങ്കരമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വർഷയാണെങ്കിൽ ദേവുവിനോട് പറയുന്നുണ്ട്, ദേവു നമുക്ക് നീ ബിസി അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തോട്ട് മാറി നിന്ന് സംസാരിച്ചാലോ? അതിനെന്താ വർഷേ വാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ദേവുവിന് ഇനിയിപ്പോൾ 1-2 മാസം കഴിയുമ്പോൾ ഇവിടെ പെർമനന്റ് ജോബ് ആയിരിക്കും അല്ലേ? ആകുമെന്നാ പ്രതീക്ഷിക്കുന്നതെന്ന് ദേവും പറയുന്നുണ്ട്. ഈ സമയം ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ വർഷയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു പേടിയൊക്കെ പോലെ തോന്നുന്നുണ്ട്, മുഖം അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ദേവു ഇവിടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് മാത്രമേ വരാറുള്ളൂ? അതുള്ളൂ. എന്തായാലും ഇവിടെ മെറ്റേണിറ്റിയുടെ ആവശ്യത്തിനുള്ള പേഷ്യൻസ് മാത്രമാണ് എത്താറുള്ളതെന്നൊക്കെ ദേവും പറയുന്നുണ്ട്. എന്നാൽ വർഷ പറയുന്നുണ്ട്, ഇവിടെ വരുന്നവരുടെ എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷനും പേടിയൊക്കെ കാണുന്നുണ്ടല്ലോ. അതെ, എന്തായാലും അതൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതെല്ലാവർക്കും സ്വാഭാവികമായിട്ട് വരുന്നതാണല്ലോ എന്നിങ്ങനെ ദേവു പറയുന്നുണ്ട്. ദേവു, ഞാൻ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളൊന്നും പോയിട്ടില്ല എന്ന് വർഷ പറയുന്നുണ്ട്. എന്നാൽ ദേവു പറയുന്നുണ്ട്, അതിനെന്താ, ഇനിയിപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരുമല്ലോ. ഇപ്പോഴേക്ക് വർഷിക്കുന്നുണ്ട്, അതെന്താ ദേവു അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തിനാ ഇവിടേക്ക് വരുന്നത്? ഇവിടെ ഒരു ഡോക്ടറുടെ വേക്കൻസി ഉണ്ട്, അങ്ങോട്ടേക്കെന്ന് പറഞ്ഞിട്ട് ദേവു ചിരിക്കുവാണേ. നീ എന്താ ജോക്ക് പറയാണോന്ന് വർഷ ചോദിക്കുമ്പോ, അല്ല, നീ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോ കുറേ മാസങ്ങളായില്ലേ, ഇനിയിപ്പോ നോക്കേണ്ടത് കുട്ടികളുടെ കാര്യമല്ലേ, അപ്പൊ എന്തായാലും ഇവിടെ വരേണ്ടി വരില്ലേ എന്ന് ദേവു ചോദിക്കുന്നുണ്ടേ. എന്ന വർഷ പറയുന്നുണ്ട്, എന്തായാലും ദേവു ഞാൻ ഇവിടെ വന്ന് ഈ ഇരിപ്പിരിക്കുകയല്ല, ഈ റീസെന്റ് ആയിട്ടാണ് ഞാനൊരു ഇത്രയും പെയിനാണ് ഡെലിവറിക്ക് വേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം ഡബ് ചെയ്ത സമയത്ത് ആ സ്ത്രീ ഇങ്ങനെ കരയുന്ന സമയത്ത് അത് ഞാനാണ് ഡബ് ചെയ്തത്. അഭിനയിച്ചപ്പോൾ തന്നെ ആ സ്ത്രീ അത്രയ്ക്കും കരഞ്ഞെങ്കിൽ ഒറിജിനലി എന്ത് പെയിനായിരിക്കും ഈ ഡെലിവറി എന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ വർഷ പറയുന്നുണ്ട്. എന്നാൽ ദേവു പറയുന്നുണ്ട്, അത് വർഷേ അതൊരു ദിവസത്തെ വേദനയല്ലേ ഉള്ളൂ, പിന്നെ ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ ആ വേദനയെല്ലാം നമ്മളങ്ങ് മറന്നു പോകുന്നേ. എന്നാൽ വർഷ പറയുന്നുണ്ട്, ആ വേദന സഹിക്കാൻ എന്തായാലും എന്നെ കിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വല്ലതും തീരുമാനിച്ചിട്ടുണ്ടോ? വേദനയെ സഹിക്കാതെ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ, പിന്നെ ഇതിനൊക്കെ നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കുമോന്ന് ദേവു ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് മറുപടിയായിട്ട് വർഷ പറയുന്നത്, അതെ ദേവു, ഇപ്പൊ തന്നെ വീട്ടിലെല്ലാവരും ചോദിക്കാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ശ്രീകാന്തിന് ഇപ്പോ ഇതിനോടൊക്കെ താല്പര്യമുണ്ടെന്ന് വർഷ പറയുന്നുണ്ട്. പിന്നെന്താ വർഷയെ കുഴപ്പം? പിന്നെ പെയിനെ കുറിച്ച് ഓർത്തിട്ടാണെങ്കിൽ അതൊരു ദിവസത്തെ വേദനയല്ലേ, പിന്നെ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കില്ലേ എന്ന് ചോദിക്കുകയാണേ. എന്നാ വർഷ പറയുന്നുണ്ട്, ദേവു നീ ഇപ്പൊ തന്നെ പറയുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല എന്ന് പറയുകയാണേ. അപ്പൊ ദേവു പറയുന്നുണ്ട്, വർഷേ പിന്നെ ഇപ്പോഴല്ലാതെ പിന്നെ അതിനെക്കുറിച്ച് എന്നാണ് ചിന്തിക്കുക? ഇവിടെ തന്നെയാണെങ്കിൽ കുട്ടികളില്ലാതെ എത്രയോ മാതാപിതാക്കള് കയറി ഇറങ്ങുന്നുണ്ടെന്നറിയോ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോ പിന്നത്തേനും മാറ്റിവെച്ചാൽ ചിലപ്പോൾ അത് സമയത്തിന് കുട്ടികൾ ഉണ്ടായി കാണണമെന്നില്ല. അപ്പൊ പിന്നെ അതെന്തിനാ വൈകിക്കുന്നേ? എന്തായാലും ഒരു കുട്ടി വേണ്ടെന്നാണോ വർഷയുടെ തീരുമാനം എന്ന് ചോദിക്കുകയാണേ. ഞാനങ്ങനെ പൂർണ്ണമായിട്ട് വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല ദേവു.
നീ എന്തൊക്കെയാ വർഷ ഈ പറയുന്നത്? പെയിൻ സഹിക്കാൻ വയ്യ, പിന്നെ കുട്ടികൾ ഉണ്ടാവുകയും വേണമെന്നോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ അതെ ദേവു, ഞാൻ അത് തന്നെയാ പറഞ്ഞത്. പെയിൻ സഹിക്കാതെ തന്നെ ഇപ്പോഴത്തെ വാടക ഗർഭമൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിന് നിന്റെ ഹെൽത്തിനിപ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉള്ളവരാണ് അങ്ങനെയൊക്കെ വാടക ഗർഭമൊക്കെ ധരിക്കുന്നത്. പിന്നെ ഈ കാര്യത്തിനൊക്കെ ശ്രീകാന്ത് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ വർഷ പറയുന്നുണ്ട്, ഏയ് അതിനിപ്പോൾ ശ്രീകാന്തിന്റെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ. എൻ്റെ ബോഡി എൻ്റെ ഇഷ്ടമല്ലേ. എന്തായാലും ആ പെയിൻ സഹിക്കാനായിട്ട് എന്നെ കിട്ടില്ല എന്ന് വർഷ തീർത്ത് പറയുകയാണേ. ഇതെന്താ ഈ വർഷ പറയുന്നതെന്ന് പോലും മനസ്സിലാവാതെ ദേവു ഇങ്ങനെ വർഷനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും വർഷം വഴങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ ദേവു പറയുന്നുണ്ട്, എന്തായാലും വർഷേ നീ ഇപ്പോഴേ ടെൻഷൻ അടിക്കണ്ട. പിന്നെ എന്തായാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോന്ന് പറയുകയാണ്. പിന്നെ ഇതൊന്നും തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല എന്ന് ദേവു പറയുമ്പോൾ വർഷയ്ക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും തന്നെ ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് കരുതിയിട്ട് ദേവുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഹഗ്ഗൊക്കെ ചെയ്തിട്ട് യാത്ര പറയുകയാണ്. എന്നാൽ വർഷ വീണ്ടും തിരിഞ്ഞു നിന്നിട്ട്, ഓ ഞാൻ പറയാൻ വന്ന കാര്യം മറന്നു. ദേവു നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ വർഷം എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവു, ഇപ്പോൾ ഈ വാടക ഗർഭത്തെക്കുറിച്ചും അതിന്റെ പ്രൊസീജിയറിനെ കുറിച്ചും ഒക്കെ നീ ഇവിടെ ഒന്ന് അന്വേഷിച്ച് വെക്കാമോ? എന്തായാലും ഇവിടെ അതിനു വേണ്ടിയിട്ടൊരു ലേഡി ആവശ്യമുണ്ടല്ലോ, അപ്പോൾ ഇവിടെ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണുമല്ലോ, അതൊന്ന് അന്വേഷിച്ച് എന്നോട് ഡീറ്റെയിൽസ് പറയണമെന്ന് പറയാനേ. ദേവു പറയുന്നുണ്ട്, അതിനെന്താ, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് പറയാമെന്ന് വർഷയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ട്, വർഷേ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാശൊക്കെ ആവശ്യമായില്ലേ? നല്ല റേറ്റ് ഒക്കെയാണ് ഇപ്പോൾ അതിനെന്ന് പറയുമ്പോൾ, അതിനെക്കുറിച്ചൊന്നും സാരമില്ല. പിന്നെ എന്തായാലും എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടല്ലോ, ചോദിച്ചാൽ തരില്ലെന്ന് കണ്ടാൽ അതിനും ബാക്കിയുള്ള മാർഗങ്ങൾ ഞാൻ കണ്ടെത്തിക്കോളാന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് ദേവുവിനോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. വർഷം ഇങ്ങനെ മുമ്പോട്ട് കുറച്ച് നടന്നതിന് ശേഷം പെട്ടെന്ന് തിരിഞ്ഞു വന്നിട്ട്, ദേവു ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എനിക്ക് പറയാനുണ്ട്. പിന്നെ ഈ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്തത് മറ്റാരും അറിയണ്ട, പ്രത്യേകിച്ച് രേവതി ചേച്ചിന്ന് ദേവുവിനോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, ഞാനിത് മറ്റാരോടും പറയില്ലെന്ന് ദേവും പറയുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മേനെയാണ്. ലക്ഷ്മി അമ്മയും ശരത്തും കൂടി സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. ശരത്തിൻ്റെ കൈയുടെ കെട്ടൊക്കെ അഴിച്ചിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നോർമലായിട്ട് ചെയ്യുന്ന ജോലികളെല്ലാം ചെയ്യാം, പിന്നെ വെയിറ്റ് മാത്രം എടുക്കാതിരുന്നാൽ മതിയെന്ന്. അങ്ങനെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, എടാ നിന്റെ കൈ ശരിക്കും സുഖപ്പെട്ടോ? പൂർണ്ണമായിട്ട് അഴിച്ചോ? അതെ അമ്മേ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ ജോലിയും നോർമലായിട്ട് ചെയ്യാന്ന്, എന്നാലും നീ കൂടുതൽ സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട കൈക്കെന്ന് ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്. ഒന്നുമില്ലമ്മേ, ഡോക്ടറാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ശരത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ വലിച്ച് കൊടയാണ് കേട്ടോ. അപ്പോഴേക്ക് ലക്ഷ്മി അമ്മ, എടാ സൂക്ഷിച്ച്, അങ്ങനെയൊന്നും ചെയ്യണ്ട, അതൊന്നും കുഴപ്പമില്ലമ്മേ, ഇപ്പൊ എല്ലാം നോർമലായി, ഇനിയിപ്പോൾ ഷർട്ടിനകത്ത് കയ്യും വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് ഭയങ്കര ആശ്വാസത്തിലാണ് കേട്ടോ ശരത്ത് നിൽക്കുന്നത്. എന്നാൽ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, എടാ ഞാൻ നിന്റെ കൈ സുഖം പ്രാപിച്ചു കഴിയുമ്പോഴേക്കും അമ്പലത്തിലൊന്ന് പോകാന്ന് നേർന്നിരുന്നു, വാ നമുക്ക് അമ്പലത്തിൽ വരെ പോവാന്ന് പറയാനേ. അതിനൊന്നും സമയമില്ലമ്മേ, എനിക്ക് പുറത്തു പോകണമെന്ന് ശരത്ത് പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിന്റെ പഠിപ്പിന്റെ കാര്യത്തിനും ദേവുവിനൊരു നല്ല ജോലി കിട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് നേർന്നതെന്ന് പറയാനേ. അങ്ങനെ നിർബന്ധിച്ച് ലക്ഷ്മിയമ്മ പറയുമ്പോൾ ശരത്തും കൂടിയിട്ട് അമ്പലത്തിൽ പോവാന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോനെ ശരത്തെ, രേവതിനെയും സച്ചിയെയും കൂടിയിട്ട് ഞാൻ അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നേ. ഇത് കേൾക്കുമ്പോൾ ശരത്തിനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അമ്മേ, രേവതി ചേച്ചിനെ വിളിച്ചു, പിന്നെ അയാൾ വന്നാല് ഞാൻ അമ്പലത്തിലേക്ക് വരില്ല, അയാളെ വിളിക്കണ്ടെന്ന് പറയാണേ. അതെന്താടാ, അതങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? രേവതിയെ മാത്രം വിളിച്ചിട്ട് സച്ചിയെ വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും അമ്മേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അയാൾ വന്നാല് ഞാൻ അമ്പലത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് കയറി അങ്ങ് ഡോറ് ക്ലോസ് ചെയ്യാണ് ശരത്തെ. ഈ സമയം രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, മോളെ ഞാൻ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. രേവതി അപ്പൊ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? മോളെ, അത് ശരത്തിന്റെ കൈ ശരിയായിട്ടുണ്ട്. ശരത്തിന്റെ കൈ ശരിയായോ? ഇനിയിപ്പോ അവന് എല്ലാ ജോലിയൊക്കെ ചെയ്യാലോ അല്ലേ? പിന്നെ അവൻ ഇനി ആന്റണിയായിട്ട് കൂട്ടുകൂടാതിരുന്നാൽ തന്നെ അവന്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് ഇങ്ങനെ രേവതി പറയുകയാണേ. എന്നാൽ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, ഇനി അവന് അങ്ങനെയൊന്നും കൂട്ടിന് പോവുകയല്ല. പിന്നെ മോളെ,
ഇന്ന് ശരത്തിന്റെ ബർത്ത്ഡേ ആണല്ലോ, പിന്നെ കൈ സുഖമാകുമ്പോൾ അമ്പലത്തിൽ പോവാന്നും ഞാൻ നേർച്ച നേർന്നിരുന്നു. വഴിപാടൊക്കെ ചെയ്യണം, അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് പോയാലോ എന്ന് രേവതിയോട് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്. അമ്മേ ശരി, എന്നാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പൊക്കോ, ഞാൻ സച്ചിയേട്ടനെയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് എത്തിക്കോളാം എന്നിങ്ങനെ രേവതി പറയാണ്. അമ്മേ സച്ചിയേട്ടനെ അമ്മയും കൂടി ഒന്ന് വിളിക്കണേന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിയമ്മയുടെ മുഖം അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. എന്താ അമ്മ എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, അതെ ശരത്തിന്റെ കൈ ശരിയായി മോളെ, എന്നാ അവന്റെ തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയാണ്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അതേ മോളെ, സച്ചി വരുന്നെന്ന് പറഞ്ഞപ്പോ അവൻ സച്ചി ഉണ്ടെങ്കിൽ വരില്ലെന്നാ പറഞ്ഞേന്നേ. എന്നാ രേവതി പറയുന്നുണ്ട്, ആഹാ അവൻ അത്രയ്ക്ക് വലിയ ആളായോ? അത് ശരി, ശരത്ത് വേണ്ടെന്ന് പറഞ്ഞ അമ്മ സജ്ജേട്ടനെ വിളിക്കാതിരിക്കോ? ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ. പിന്നെന്താ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ. അല്ല മോളെ, ഈ ശരത്ത് എപ്പോഴെന്താ വിളിച്ചു പറയുന്നതെന്ന് അറിയില്ലല്ലോ. സച്ചി ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് ശരത്ത് എന്തെങ്കിലും ഇഷ്ടമില്ലായ്മ പറഞ്ഞാൽ അത് സച്ചിയുടെ മനസ്സിന് ബുദ്ധിമുട്ടാകില്ലേ? അതുകൊണ്ടാണെന്ന് പറഞ്ഞിങ്ങനെ ലക്ഷ്മിയമ്മ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ഈ സമയം ശരത്താണെങ്കിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ശരത്തിനെ കാണുന്നതും രേവതി പറയുന്നുണ്ട്, ഓ നീ എന്താടാ വലിയ ആളായി പോയോ? ചേച്ചി എപ്പോഴാ വന്നെന്ന് ചോദിച്ചിട്ടാണ് ശരത്ത് വരുന്നത്. എന്നാ രേവതി പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. നീ എന്താ വലിയ ആളായിപ്പോയോ വലിയ ഓർഡറൊക്കെ ഇടാൻ വേണ്ടിയിട്ട്? ചേച്ചി അതിന് ഞാനെന്താ ഇപ്പൊ പറഞ്ഞത്? അല്ല നീ അമ്മയുടെ അടുത്ത് പറഞ്ഞല്ലോ സച്ചിയേട്ടനെ വിളിക്കാൻ പാടില്ല, സച്ചിയേട്ടൻ വന്നാല് നീ അമ്പലത്തിലേക്ക് വരില്ല എന്നൊക്കെ. ആ അത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ചേച്ചി. അയാള് അമ്പലത്തിലേക്ക് വന്നാല് ഞാൻ വരില്ല, എന്തായാലും ചേച്ചി അമ്പലത്തിലേക്ക് വരണം. അയാൾ വന്നാല് വെറുതെ എന്നോട് ഓരോന്ന് പറഞ്ഞ് വഴക്കിട്ടോണ്ടിരിക്കുകയുള്ളൂ എന്ന് പറയാണേ. എന്നാ രേവതി പറയുന്നുണ്ട്, എടാ നീ എന്തായി പറയുന്നത്? സച്ചിയേട്ടനില്ലാതെ ഞാൻ അമ്പലത്തിലേക്ക് വരണമെന്നോ? അതെങ്ങനെ ശരിയാവുക? പിന്നെ നിന്നോട് പറയുന്നത് അത് നീ സച്ചിയേട്ടനെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് അതിന് മറുപടിയായിട്ട് സച്ചിയേട്ടൻ നിന്നെ ഉപദേശിക്കല്ലേ ചെയ്യാറെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. ആ അതെന്തായാലും എനിക്കറിയില്ല. പിന്നെ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ ഇടപെടാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ കാര്യത്തിൽ എന്തിനാണ് അയാൾ ഇങ്ങനെ കിടന്ന് ഇടപെടുന്നതെന്നൊക്കെ ഇങ്ങനെ ശരത്ത് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ടേ. എന്നാൽ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, എടാ നീ ഒന്നും മിണ്ടാതിരുന്നേ, നീ എന്തൊക്കെയായി പറയുന്നത്? സച്ചി ഈ വീട്ടിലെ മൂത്ത മകനെ പോലെയാണ്. ഈ വീട്ടിലെ ഉള്ളവരോടെല്ലാവരോടും എന്ത് സ്നേഹവും കരുതലുമാണ് സച്ചിക്ക്. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ലക്ഷ്മിയമ്മ നല്ല വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരത്ത് പറയുന്നുണ്ട്, ആ അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങൾ പോയി സന്തോഷത്തോടു കൂടി സംസാരിക്കുകയോ ഒക്കെ ചെയ്തോ. എന്തായാലും അമ്പലത്തില് എൻ്റെ പരിപാടിക്ക് വരുമ്പോൾ സച്ചിയേട്ടൻ വരാൻ പാടില്ല, ചേച്ചി ഉറപ്പായിട്ടും ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ശരത്ത് അങ്ങ് ഇറങ്ങി പോവാണ്. എന്നാൽ ലക്ഷ്മിയമ്മയാണെങ്കിൽ പുറകെ പോയിട്ട് പറയുന്നുണ്ട്, ശരത്തെ നീ ഒന്ന് നിന്നേ, നിന്റെ കൈ ശരിയാവാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ വഴിപാട് നേർന്നത്. ആ അത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ കൈ ഒടിച്ചത് തന്നെ അയാളല്ലേ, അപ്പൊ പിന്നെ ആ വഴിപാടിന് അയാൾ വരണ്ടെന്ന് പറഞ്ഞിട്ട് ശരത്ത് അങ്ങ് പോവാണ്. ലക്ഷ്മിയമ്മ ഇപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, മോളെ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? രേവതി അപ്പോൾ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത്? എന്തായാലും ഇവന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ പറയുന്നതെന്ന് ഇവനും മനസ്സിലായില്ല, സച്ചിയേട്ടന് ഇവനെയും മനസ്സിലായില്ല. ഇവരുടെ പ്രശ്നങ്ങൾ എന്ന് അവസാനിക്കാൻ പോകുന്നതെന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് സച്ചിയേട്ടനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, പിന്നീട് വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞിട്ട് രേവതിയാണെങ്കിൽ അവിടെ നിന്ന് ചന്ദ്രോദയത്തിലേക്ക് അങ്ങ് പോവാണേ. രേവതി അവിടെ ചെല്ലുമ്പോൾ തന്നെ സച്ചി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ആ രേവതി നീ എത്തിയോ? നീ ഒന്ന് അവിടെ നിന്നേ, ദേ ഇത് നമ്മുടെ കുടുക്കയിലേക്ക് ഇടെന്നും പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് സച്ചി ആണെങ്കിൽ രേവതിയിലെ ഏൽപ്പിക്കുക കേട്ടോ. ഇതെവിടുന്നാ സച്ചി ഏട്ടാ? അതെ കാർത്തിക് ആണെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് കറക്റ്റ് ദിവസം തന്നെ ക്യാഷ് തന്നിട്ടുണ്ട്. ആഹാ പറഞ്ഞ ദിവസം തന്നെ തന്നോ? ആ പിന്നല്ലാതെ, ഞാൻ പറഞ്ഞില്ലേ അവൻ അങ്ങനെയാണ്, നല്ല നല്ല ഒരു മനുഷ്യനാണ്. പിന്നെ എന്തായാലും രേവതി നിന്റെ ഐഡിയ സൂപ്പറാണ്, നീ പറഞ്ഞതുകൊണ്ടാണല്ലോ ഒരു കാറും കൂടി നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞത്. ഈ പൈസ എന്തായാലും നീ കൊണ്ടുപോയി ഇട്, നമുക്ക് ഉടനെ തന്നെ ഒരു റൂം പണിയാൻ കഴിയുമെന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. ഒരിക്കൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഇരിക്കെ, ഞാൻ സച്ചിയേട്ടന് ജ്യൂസ് എടുക്കാന്ന് പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് അങ്ങ് പോവാണ്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്കിപ്പോൾ ജ്യൂസ് ഒന്നും എടുക്കണ്ട, എനിക്കിപ്പോൾ ഒരു ട്രിപ്പ് ഉണ്ട്, പിന്നെ ക്യാഷ് കയ്യിലിരുന്ന ചിലവാവും ഓർത്തിട്ടാണ് നിന്റെ തരാന്ന് ഓർത്തിട്ട് ഓടി വന്നതാ, ഞാൻ പോവാന്ന് പറഞ്ഞ് സച്ചി ഇറങ്ങുകയാണേ. എന്നാൽ രേവതി പുറകെ ചെന്നിട്ട്, സച്ചിയേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ എന്താ രേവതി പെട്ടെന്ന് പറ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് സച്ചി ധൃതി വെക്കുകയാണേ.
എന്ന് മടിച്ചിട്ടാണ് രേവതി ആ കാര്യം പറയുന്നത്. സച്ചിയേട്ടാ, ഇന്ന് ശരത്തിന്റെ പിറന്നാളാണ്. ആഹാ, എങ്കിൽ പിന്നെ അവന് നല്ല ബുദ്ധി തോന്നാനും നല്ല രീതിയിൽ നടക്കാനും ഒക്കെ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അവനോട് പറ. അതല്ല സച്ചിയേട്ടാ, അവന്റെ കൈ ശരിയായി. ആഹാ, ഇത്ര പെട്ടെന്ന് ശരിയായോ? ഞാനപ്പോ പതുക്കിയല്ലേ ഓടിച്ചത്. ഇപ്പൊ എന്തിനാ സച്ചിയേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? ആ, എന്താ രവതി, നീ പറയാൻ വന്ന കാര്യം പറ. അതെ, ഇന്ന് അമ്പലത്തിലൊരു പൂജ നടത്തുന്നുണ്ട്. അമ്മ എന്നോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. സച്ചിയപ്പ ചോദിക്കുന്നുണ്ട്, ആഹാ, നിന്നെ മാത്രാണോ അമ്മ വിളിച്ചത്? അത് സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ആ, അതെന്തായാലും എനിക്കറിയാം. അവന്റെ കൈ ഒടിച്ചത് ഞാനാണല്ലോ. പിന്നെ നിന്റെ അമ്മയും പറഞ്ഞോ അവന്റെ പിറന്നാളിന് ഞാൻ വരണ്ടെന്നുള്ളത്? സച്ചിയേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അമ്മ അങ്ങനെയൊക്കെ പറയുമെന്ന് സച്ചിയേട്ടന് തോന്നുന്നുണ്ടോ? ഓ, അപ്പൊ അവൻ പറഞ്ഞു കാണുമല്ലേ? എന്തായാലും അതൊന്നും പ്രശ്നമില്ല. പിന്നെ കൈയൊടിച്ച ആള് തന്നെ പിറന്നാളിന് വരണ്ടാന്ന് വേറെ ആരാണെങ്കിലും പറയുമല്ലോ. പിന്നെ രേവതി, എന്തിനാ ഞാൻ കൈയൊടിച്ചത്? അവൻ ആന്റണിയുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നതിന്. അവന് ഇപ്പോഴും അയാളുടെ കൂടെ തന്നെയല്ലേ ചുറ്റിക്കറങ്ങുന്നത്. ഇത്ര നേരത്തെ തന്നെ കൈ സുഖമാവുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ 2 കൈയും തല്ലിയൊടിച്ചേനെന്ന് ഇങ്ങനെ സച്ചി പറയാണേ. എന്നാ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനൊന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? അതെ രേവതി, അവനെ ഇങ്ങനെ ആയതിന്റെ പിന്നിൽ നീ നിന്റെ കുടുംബക്കാരൻ തന്നെയാ. അവനെ നല്ല രീതിയിൽ നല്ല അടി കൊടുത്ത് വളർത്തണമായിരുന്നു. ദേ, ഇവിടെ ഉണ്ടല്ലോ ഒരു ഓടിപ്പോയ ഒരുത്തനുണ്ടല്ലോ, അവനെ എൻ്റെ അമ്മ നന്നായിട്ട് കൊഞ്ചിച്ച് വളർത്തിയതാ. അതുകൊണ്ട് തന്നെയാണ് അവനിന്ന് നല്ല ക്രിമിനലായിട്ട് ജീവിക്കുന്നത്. പിന്നെ നിന്റെ വീട്ടിലും അതുപോലെ തന്നെയാണല്ലോ, അവനെ കൊഞ്ചിച്ച് വഷളാക്കിയതാണെന്ന് പറയാണേ. എന്ന് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ പിന്നെ എന്ത് ചെയ്യാനാ, അവൻ ഞങ്ങളുടെ വീട്ടിലെ ഇളയ കുട്ടിയല്ലേ. സച്ചിയേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേക്കെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണേ. സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്താണ് പറയാൻ പോകുന്നത്? പിന്നെ നിന്റെ അനിയൻ നല്ലതായിരുന്നെങ്കിൽ നീ സച്ചിയേട്ടാ എൻ്റെ വീട്ടില് പൂജയ്ക്ക് വാന്നും പറഞ്ഞിട്ട് നീ തന്നെ പോയി കൂട്ടിക്കൊണ്ട് എന്നെ കൊണ്ട് പോവായിരുന്നു. എന്നാൽ നിന്റെ അനിയൻ ശരിയല്ലാത്തത് കൊണ്ട് തന്നെ നിനക്കെന്നോട് വരണ്ടെന്ന് പറയേണ്ട വന്നില്ലേ? എന്നാൽ രേവതിയാണെങ്കിൽ വീണ്ടും ശരത്തിനെ ഇങ്ങനെ ന്യായീകരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടാ, അവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇതാണ് രേവതി നിങ്ങളുടെ പ്രശ്നം. അതെ, അവൻ അങ്ങനെ പറയുമെന്നുള്ളത് എനിക്കറിയാം. പിന്നെ നിങ്ങൾ ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും വീണ്ടും അവനെ ന്യായീകരിച്ചാണ് ഇങ്ങനെ ആക്കുന്നത്. ഇപ്പോ തേണ്ടേ അവൻ ആ തെറ്റ് കാണിക്കുന്ന സമയത്തെ നിങ്ങൾ 2 അടി കൊടുത്ത് അവനെ വീട്ടിലിരുത്തിയിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. സച്ചേട്ടാ, അവനിപ്പോ അങ്ങനെയൊന്നുമില്ല. എന്താ, അവൻ ആന്റണിയുടെ കൂടെ കറങ്ങുന്നില്ലേ? അത് ആന്റണിയുടെ കൂടെ അവനല്ല പോകുന്നത്, ആന്റണി അവന്റെ കൂടെയാ വന്ന് ചേരുന്നേന്ന് ഇങ്ങനെ പറയാണ്. ഇത് തന്നെയാണ് രേവതി പ്രശ്നം. അതെ, നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരു കല്ല് തട്ടിയിട്ടുണ്ടെങ്കിൽ കല്ല് വന്ന് എൻ്റെ കാലെ തട്ടിയതാണെന്ന് ആരും പറയില്ലല്ലോ. നമ്മൾ സൂക്ഷിച്ച് റോഡിൽ കൂടി പോകണം. അപ്പൊ ആ കല്ല് തട്ടാതെ നമുക്ക് കടക്കാലോ എന്നിങ്ങനെ സച്ചി പറയാണേ. അതുപോലെ തന്നെയാണ് നിന്റെ അനിയനും. അവൻ നേരെ ചൊവ്വയുള്ളവനായിരുന്നെങ്കിലേ അവൻ അവന്റെ വഴിക്ക് പോയേനെ. ഇപ്പൊ അവൻ ഒരു കള്ളനല്ലേന്ന് ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടാ, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ബൈക്ക് എടുത്തതിന്റെ പേരിലാണോ അവനെ ഇങ്ങനെ പറയുന്നത്? അതല്ല രേവതി, അത് എൻ്റെ അമ്മയുടെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് നിർത്തുകയാണേ. അപ്പോഴേക്ക് രേവതി ഇരിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടൻ നിർത്തി കളഞ്ഞത്? അവൻ പണ്ട് എന്തോ ഒരു തെറ്റ് ചെയ്തത് ശരിയാണ്. അവനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറയാനേ. അപ്പോ രേവതി അതൊക്കെ വിട്ടേര്, നീ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണേ. എന്താ സച്ചിയേട്ടൻ ഉദ്ദേശിച്ചത്? അല്ല, നീ പൂജയ്ക്ക് പോകുന്നുണ്ടോ ഇല്ലയോ? രേവതി വീണ്ടും പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ പോകുന്നതിനെ കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാ നീ ഇനി കൂടുതൽ തീരുമാനിക്കണ്ട, നീ എന്തായാലും പൂജയ്ക്ക് പോകുന്നില്ല എന്ന് പറയാനേ. ഞാൻ രേവതി വയ്ക്കുന്നുണ്ട്, സച്ചിയേട്ടന് എന്തൊക്കെയായി പറയുന്നത്? അതെ രേവതി, എനിക്ക് മര്യാദയും ബഹുമാനവും തരാത്ത അവന്റെ അടുത്തേക്ക് നീയും പോകണ്ട. അവന് എന്തായാലും ആന്റണിയൊക്കെയാണല്ലോ വലിയ കാര്യമായിട്ടുള്ളത്. അവന് നിന്നോടും നിന്റെ അമ്മയോടും ഒന്നും സ്നേഹമില്ല. അവനങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അങ്ങനെ ഇപ്പോ മോഷണവും കാര്യങ്ങളൊന്നും ചെയ്ത് ഇങ്ങനെ നടക്കുകയില്ലായിരുന്നു. പിന്നെ എന്നെ മതിക്കാത്തടത്തേക്ക് നീയും പോകണ്ടെന്ന് ഇങ്ങനെ സച്ചി തീർത്ത് പറയുകയാണ്. എന്നാൽ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ അവൻ എൻ്റെ അനിയനല്ലേ? അതെ രേവതി, അവൻ നിന്റെ അനിയനാണ്, നിന്റെ ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ.
രേവതി, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ മതിക്കാത്തടത്തേക്ക് നീ പിറന്നാളിന് പോകുന്നില്ല എന്ന് സച്ചി തീർത്ത് പറയാണേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, അവൻ എൻ്റെ അനിയനാണ്. എൻ്റെ അനിയൻ്റെ പൂജ നടത്തുന്ന സ്ഥലത്തേക്ക് ഞാൻ എങ്ങനെയാ പോവാതിരിക്കുക? ഇത് തന്നെയാണ് രേവതി നിങ്ങളുടെ പ്രശ്നം. അവൻ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ വീണ്ടും അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്ന് നിൽക്കുമെന്നറിയാം. അതുകൊണ്ടാണ് അവൻ ഒരിക്കലും നന്നാവാത്തത്. എന്നാൽ സച്ചി വീണ്ടും പറയുന്നുണ്ട്, രേവതി, ഞാൻ പറയാനുള്ളത് പറഞ്ഞേക്കാം. നീ പോകണ്ട. എനിക്ക് വിളിക്കാത്തടുത്ത് എന്നെ വരണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നീയും പോകണ്ട. എനിക്ക് മര്യാദ തരാത്ത സ്ഥലത്തേക്ക് നീ എന്തായാലും പോകണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. എന്നാൽ രേവതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. സച്ചി വീണ്ടും തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, രേവതി, നീ എൻ്റെ വാക്കിന് മര്യാദ നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ രേവതിയാണെങ്കിൽ നമ്മുടെ ശരത്തിന്റെ പിറന്നാളിന് അമ്പലത്തിൽ പോവോ, പിന്നീട് രേവതിയും സച്ചിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നൊക്കെ കാത്തിരുന്ന് നമുക്ക് കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.